അപ്പോൾ കുറേ നാൾക്ക് ശേഷം ആക്ച്വലി കുറേ നാളായിട്ടില്ല ഞാൻ എൻ്റെ ട്രാവലൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്ന് വൃത്തിയായിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച്. നിങ്ങൾ എന്ത് വിചാരിച്ച് ട്രാവൽ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇതുവരെ ബാത്റൂം കണ്ടിട്ടില്ലെന്ന്? നോ, ഞാൻ എന്നും കുളിക്കുമായിരുന്നു, അത് 2 നേരം കുളിക്കുന്നത്, പക്ഷെ ഒന്ന് വൃത്തിയായിട്ടില്ല. ആക്ച്വലി വൃത്തിയായിട്ട് തന്നെയാണ് കുളിക്കണേ, ബട്ട് കുറേ ടാനിങ് ഒക്കെ അടങ്ങിയിട്ടാണ് ഞാൻ പോകുന്നത്. സോ ഇറ്റ്സ് ഹൈ ടൈം ഐ വോണ്ട് സംതിങ് ബ്രൈറ്റ്നെസ് ആൻഡ് ഓൾ. യെസ്, അപ്പം ഞാനിന്ന് കുറച്ച് എന്താ പറയുക, എൻ്റെ ഹെയറിൻ്റെ കാര്യം കട്ടപ്പൊക്കെ ഒന്നും പറയാൻ പറ്റില്ല, കാരണം നാട്ടിൽ നല്ല വെള്ളം വെച്ചിട്ട് എൻ്റെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നത്. ബട്ട് ഇവിടെ വന്നിട്ട് ഞാൻ എണ്ണ കണ്ടിട്ടില്ല. യെസ്, എനിക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണമായിരുന്നു. സോ 1 പ്രാവശ്യം 2 പ്രാവശ്യം അങ്ങനെ ഞാൻ ഹെയർ ഓയിലിങ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടിപ്പോൾ 3 ഹെയർ വാഷ് അടുപ്പിച്ച് ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ല ഗൈസ്. എനിക്ക് എന്ത് പറ്റിപ്പോയാവോ, ബിക്കോസ് എനിക്ക് സ്കാൽപ്പ് അങ്ങോട്ട് ക്ലീൻ ഫീലിംഗ് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സ്കാൽപ്പ് ക്ലീൻ ആവില്ലെങ്കിൽ എനിക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ തോന്നില്ല, ബിക്കോസ് അതൊന്നും കൂടെ സ്കാൽപ്പ് കണ്ടീഷൻ വേസ്റ്റ് ആക്കും. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ ഹെയർ കുറച്ച് ക്ലീൻ ആണ്, ബിക്കോസ് ഞാൻ ഇതിൻ്റെ ജസ്റ്റ് തലേ ദിവസം ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്, ഒരു നോർമൽ ഷാംപൂ യൂസ് ചെയ്തിട്ട്. യെസ്, ബേബി ഷാംപൂ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഫൈനലി എൻ്റെ പുതിയ ഹെയർ ഓയിൽ നമ്മൾ എടുക്കാൻ പോകാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ല ഗൈസ്, എൻ്റെ വ്ളോഗ് ചാനലിൽ പോയിട്ട് വ്ളോഗ്സ് കാണും, അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും എന്താ പരിപാടിയെന്ന്. ആൻഡ് ഹെയർ ഓയിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എൻ്റെ ഹെയർ ഓയിലിംഗ് റൂട്ടീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഏതാണ്, നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാമോ ഇല്ലയോ എന്നുള്ളത് അതിനകത്ത് പിടികിട്ടും. ഓക്കെ, സോ യെസ്, അപ്പോൾ ഞാൻ അത് ടാഗ് ചെയ്തേക്കാം മുകളിൽ ആ വീഡിയോ. ഓക്കെ, അപ്പം ഞാൻ ഫൈനലി നമ്മുടെ കോം ബോട്ടലിലേക്ക് നമ്മുടെ പുതിയ ഹെയർ ഓയിൽ എടുത്തു ഗൈസ്. ആൻഡ് ഇത് എന്തൊരു ഗ്രീൻ ആണെന്ന് നോക്കാം. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷം. ആക്ച്വലി എൻ്റെ പഴയ ബോട്ടൽ തീർന്നിട്ടില്ല, ബട്ട് എൻ്റെ ആർത്തി എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു ഗൈസ്. സോ അതിന് മുമ്പ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, യെസ്, ഐ ഹാവ് ടു അപ്ലൈ ഹോഹോബ ഓയിൽ ഓൺ മൈ ലെങ്സ്. അതാണ് ആദ്യം ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നന്നായിട്ട് ശ്വാസത്തിലോട്ട് വലിച്ചു കയറ്റിയും കൊണ്ട് ഞാൻ ഇവിടെ ലെങ്ത്തിലേക്ക് നല്ലതായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായി എണ്ണ കണി കണ്ടിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ മുടിയെ നന്നായിട്ട് കണി കാണും. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ലെങ്ത്തിലേക്ക്. സോ യെസ്, അപ്പോൾ ഇച്ചിരി ഓവർ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ബിക്കോസ് എൻ്റെ ലെങ്ത്തിന് ആക്ച്വലി ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ തള്ളി കയറ്റാണ് ക്യൂട്ടിക്കൽസിലോട്ടൊക്കെ എൻ്റെ എന്താ പറയുക ഓയിലിനായിട്ടാ നന്നായിട്ട് അങ്ങോട്ട് കുടിക്കട്ടെ എന്നുള്ളതിൽ. അപ്പോൾ ഇപ്പം എൻ്റെ മുടി നന്നായിട്ട് ഓയിലൊക്കെ കുടിച്ചിട്ടുണ്ട്. ആൻഡ് യെസ്, ഇത്രയും കൊണ്ട് തന്നെ എൻ്റെ ടൈറ്റായി പിസ്സായി ഗൈസ്. സോ ഞാൻ നന്നായിട്ട് എൻ്റെ സ്കാൽപ്പിനൊന്ന് ആക്ടിവേറ്റ് ചെയ്യാണ് കേട്ടോ. ആൻഡ് നന്നായിട്ട് ഞാൻ കോം ചെയ്ത് കൊടുക്കുകയാണ്, കാരണം ലെങ്ത്തിലോട്ട് നന്നായിട്ട് ഓയിൽ ഡിസ്ട്രിബ്യൂട്ട് ആവണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ സെൻറ്റർ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, കാരണം എനിക്ക് നിർഗന്ധരയിൽ ഓയിൽ വേണം എന്നുള്ളത് വളരെ ഇങ്ങനെ ക്രേവ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ സുഖത്തോടെ കോംബ് യൂസ് ചെയ്തും കൊണ്ട് ഫുൾ സ്കാൽപ്പിലേക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ കറക്റ്റ് എമൗണ്ടിലാണ് ഓയിൽ എടുത്തത്. സാധാരണ എപ്പോഴും ഇച്ചിരി കൂടിപ്പോ അല്ലെങ്കിൽ കുറഞ്ഞു പോവും. അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ആ ബോട്ടലിൻ്റെ ഏത് മെഷർമെൻറ്റ് വരെയാണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ളത്. എന്നിട്ട് ഞാൻ നന്നായിട്ട് മസാജും കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ കൂടുതൽ ഡീറ്റെയിലിൽ പറഞ്ഞ് ബോറടിപ്പിക്കില്ല, ബിക്കോസ് എല്ലാം ഡീറ്റെയിലിൽ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. യെസ്, ഹെയർ ഓയിലിംഗ് റൂട്ടീൻ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബണ്ണൊക്കെ കെട്ടി വച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ഷവർ ക്യാപ്പ് അതും വച്ചു സെറ്റാക്കി. അപ്പോഴെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, യെസ്, കുറേ ദിവസമായി ഞാൻ എൻ്റെ ഹീറ്റ് ക്യാപ്പും യൂസ് ചെയ്തിട്ട്, അപ്പോൾ വേഗം നമുക്ക് അതും യൂസ് ചെയ്യാം. ആൻഡ് ഇത് പൊടി പിടിച്ചിരിക്കുക ഗൈസ്, കാരണം ഞാൻ മുറിയൊക്കെ വൃത്തിയാക്കുമ്പോഴേ അത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ആ ഫുൾ പൊടി അതുമായി ഏറ്റു. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ കൊട്ടി, ആക്ച്വലി കൊട്ടല്ല ഞാൻ കഴുകുകയാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിനൊന്നും ചൂടാക്കണം. ആ നേരം നോക്കി ഞാൻ വിചാരിച്ചു കുറച്ച് ഹൈഡ്രേറ്റഡ് ആവാം. ദിസ് ഇസ് ദ സൈൻ ഫോർ യു ഗൈസ്. വേഗം പോയി വെള്ളം കുടി, നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആവൂ, തല കഴുകിയൊന്നും വീഴല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രിൻസസ് കിരീടം വയ്ക്കാം. ഐ വാസ് ഫീലിംഗ് സോ ഗുഡ്. യെസ്, ഞാൻ എന്നെ കാണാൻ വന്ന അവിടെയൊക്കെ ഗ്രീറ്റ് ആൻഡ് മീറ്റ് ഒക്കെ ചെയ്തിട്ട് പാവം എൻ്റെ ഗൈസ് എന്തോളം എന്നെ സഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്നെ മീഡിയം സെറ്റിങ്ങിലോട്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഉറക്കം തൂങ്ങും ഫോർ 10 to 15 minutes. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് എൻ്റെ എന്താ പറയുക ഹെയറിന് ഒരു സ്പാ ഫീലൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ യെസ്, അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഒരു 1 to 2 hours വരെ വയ്ക്കാം, എന്നിട്ട് പോയി വാഷ് ചെയ്യാം. ചടാ, എങ്ങനെ എൻ്റെ ബാത്റൂമിൻ്റെ വൈബ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാൻഡിലൊക്കെ കത്തിക്കാട്ടെ. എൻ്റെ ക്യാൻഡിൽ തീരാറായി ഗൈസ്.
മേടിക്കണം, നമുക്ക് വേഗം തന്നെ മേടിക്കാം. എനിക്ക് ഈ ഒരു ക്യാൻഡിൽ എൻ്റെ ബാത്റൂമിന് ഭയങ്കര. പ്ലസ് ഇന്നത്തെ ലൈറ്റിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ? യെസ്, ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ കേട്ടിരുന്നു കേട്ടോ, നമ്മുടെ ബാത്റൂമിൻ്റെ ലൈറ്റിലെ കുറച്ച് ഡിം ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റമിന് അത് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. ആക്ച്വലി ഞാൻ ഇത്രയും ലൈറ്റ് പോലും ഇടാറില്ല കേട്ടോ. ഞാൻ പുറകിൽ ആ കാണുന്ന ബൾബില്ലേ, യെസ്, അത് മാത്രമേ ഇടുള്ളൂ. അപ്പോൾ നല്ല ഡിം ആയിട്ടുള്ള കാമിങ് ലൈറ്റ് കിട്ടും, വിച്ച് ഫീൽ സോ ഗുഡ്. ഓക്കെ, അപ്പം ഞാനിവിടെ ഫൈനലി യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാർ ഷാംപൂ ആൻഡ് ബാർ കണ്ടീഷണർ. ഞാൻ എന്ന് കാണിച്ചതാണ് നിങ്ങളെ നൈക്ക ഹാളിൽ. ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടനം ടൈം. സോ യെസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ആൻഡ് ഗെസ് വാട്ട് ഗൈസ്, ഈ ഒരു സോപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ വെക്കേഷൻ ടൈമിൽ അമ്മൂമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ചിറ്റ ഞങ്ങൾക്ക് വേണ്ടി പുതിയ ഇതുപോലത്തെ സോപ്പ് മേടിച്ച് നോക്കിയായിരുന്നു. ഓ മൈ ഗോഡ്, പല പല കളർ ഇട്ടാ. അതിനകത്ത് വൈറ്റ് ഉണ്ടായിരുന്നു, പിങ്ക് ഉണ്ടായിരുന്നു, ഞാൻ ഇതുപോലത്തെ ബ്ലൂ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് അത് തന്നെ ഓർമ്മ വന്നത്. സോ നോസ്റ്റാൾജിക്. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് നോക്കി. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല അടിപൊളിയാട്ടാ. മുറുമുറു ബട്ടർ അങ്ങനെയൊക്കെ എൻറിച്ച്ഡ് ആയിട്ടുള്ളത്. ആൻഡ് സൾഫേറ്റും പാരബനൊന്നും ഇല്ല കേട്ടോ. സോ യെസ്, അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് കാണിച്ചേക്കണേ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ബൈ എൻ്റെ അടുത്ത് ഇത് വെക്കാനുള്ളൊരു സോപ്പും പെട്ടി ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യരുത്, കാരണം ഞാൻ തലേ ദിവസം തന്നെയാണ് ബാത്റൂം നന്നായി വൃത്തിയായിട്ട് കഴുകിയിരുന്നത്. കുറച്ചും കൂടെ നല്ല ഫീൽ വരുത്താനായിട്ട് ഞാൻ വെള്ളത്തിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദിസ് പോയിന്റ് നിങ്ങൾക്ക് എൻ്റെ ബക്കറ്റ് ആൻഡ് മഗ് കണ്ട് ജഡ്ജ് ചെയ്യാം. ജഡ്ജ് ചെയ്യൂ ഗൈസ്. എത്രയൊക്കെ നോക്കിയിട്ട് ഈ ഹാർഡ് വാട്ടർ ഒരച്ചരച്ചിട്ട് പോടില്ല ഗൈസ്. എൻ്റെ കുറ്റമല്ല, ഞാൻ ആഡ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് നോക്കിയപ്പോൾ എന്താണ്, നന്നായിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ വെള്ളം ആഡ് ചെയ്തിട്ട് അതിനെ പത ആക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ട് അരച്ചു. ഞാൻ പതുക്കെ പത വരണുണ്ടായിരുന്നു. കിട്ടിയ പതയിൽ വെച്ചാൽ ഞാൻ മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് അത് മസാജ് ചെയ്യും തോറും പത കൂടി വരുമായിരുന്നു ഗായ്സ്. ഞാൻ ഓരോ നിമിഷം ഇങ്ങനെ ഷോക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബിക്കോസ് ഇതിനകത്ത് കുറേ പ്രൊഡക്റ്റ് ആവശ്യമില്ല, ജസ്റ്റ് കുറച്ച് കയ്യിലെടുക്കുക. ആൻഡ് ദ ഗെയിം ഈസ് നമ്മൾ മസാജ് ചെയ്യുക, പത തന്നെ താൻ ഫോം ആകും. സോ യെസ്, അപ്പം ഞാൻ കുറച്ച് ലെങ്ത്തിലേക്കും കൊണ്ടുപോയി. കാരണം ഇത് ഞാൻ കയ്യിലേക്ക് എടുക്കുമ്പോഴേ എൻ്റെ കൈ ഒട്ടുമേ ഡ്രൈ ആക്കണ്ടായിരുന്നില്ല. വേറെ ഷാമ്പൂ ഉണ്ടാവില്ല, നോർമൽ ലിക്വിഡ് ഷാമ്പൂ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കയ്യും ഒരു ജിഗമിക സംഭവം വരാറുണ്ട്, മനസ്സിലായ? ബട്ട് ഇത് കൈ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ലെങ്ത്തിലേക്കും കൊണ്ടുപോയി. കാരണം നല്ല മോയ്സ്ചറൈസിങ് ഫീൽ ആവണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷാമ്പൂ. കുറച്ച് വെള്ളം ആഡ് ചെയ്തു, നന്നായിട്ട് ഒന്നും കൂടെ ഞാൻ പതപ്പിച്ചു. നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തു. ആക്ച്വലി ഒരു 2 to 3 minutes വരെ ഞാൻ നന്നായിട്ട് സ്കാൽപ്പിനെ മസാജ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വാഷ് ചെയ്ത് കളഞ്ഞത്. ആൻഡ് ഗൈസ്, ഞാൻ എപ്പോൾ ഷാമ്പൂ ചെയ്യുമ്പോൾ ഏതെങ്കിലും പുതിയ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആ കഴുകണ സമയത്ത് തന്നെ അതിൻ്റെ ക്വാളിറ്റിയുടെ ഏകദേശമൊക്കെ സംഭവം പിടികിട്ടും. ആൻഡ് ഇതും എനിക്ക് അങ്ങനെ നല്ല ഹെൽത്തി ഫീൽ ആവുണ്ടായിരുന്നു. ഫൈനലി കണ്ടീഷണറിൻ്റെ ടൈം വന്നല്ലോ. എനിക്ക് മണമൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച്. ഞാൻ നന്നായിട്ട് അണ്ണാക്കി കയറ്റി. ബട്ട് നോ, ഐ ഫെയിൽഡ്. ഇത് നോർമലായിട്ടുള്ള കണ്ടീഷണറായിരുന്നു കേട്ടോ. സോ കാസ്റ്റർ ഓയിലൊക്കെ അടങ്ങിയിട്ടുള്ളത്. ഇത് എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്കാണിടോ. ആൻഡ് പാടുപെട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു, ഞാൻ വേഗം ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. ആൻഡ് യെസ്, ഞാൻ മറന്നുപോയി, ഇതിന് വെള്ളം ഒഴിച്ച് പതപ്പിച്ചാൽ പതയില്ല, ബിക്കോസ് ഇത് കണ്ടീഷണറാണ് ആഫ്റ്റർ ഓൾ. അപ്പോൾ ഞാൻ എന്താ പറയുക, യെസ്, ഇങ്ങനെ മുടിയും ഇട്ട് വരച്ചപ്പോൾ അതുമ്പോൾ മുടി പിടിച്ച്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, ഷവർ ജെൽസ് ഒക്കെ വന്നതിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു ഞാൻ സോപ്പ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതും ഇങ്ങനെ മുടിയൊക്കെ പിടിക്കുമായിരുന്നു. ഞാൻ ഇത് യൂസ് ചെയ്തപ്പോൾ കഴിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ വീണ്ടും എൻ്റെ സോപ്പ് എറാലോട്ട് തിരിച്ചു പോയാലും ഞാൻ ശരിക്കും മിസ് ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ ബോറടിച്ച് ശരിക്കും ബോഡി വാഷ് യൂസ് ചെയ്ത് അത് പറഞ്ഞപ്പോൾ അതേ നമ്മുടെ ബോഡി വാഷ്. യെസ്, ഇതൊരു വെറൈറ്റി സംഭവമായിട്ട് അതേ ഇങ്ങനെ പതയായിട്ടുള്ള ഫോമിങ് ആയിട്ടുള്ള ഞാൻ മുന്നേ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഗുജു ഇങ്ങനെ ചിപ്പിളി നമുക്കിങ്ങനെ ഇട്ട് പിച്ചാനൊക്കെ പറ്റും. ഇതന്നെ കണ്ടു കഴിഞ്ഞാൽ ഗിമ്മിക്കാണെന്നിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു രസം പരിപാടിയാണെന്നായിട്ട് തോന്നും. ബട്ട് നോ, നമ്മൾ നോർമലി ഏതെങ്കിലുമൊക്കെ ബോഡി വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് വാഷൊക്കെ ചെയ്യും ബട്ട് സ്കിന്നിനെ എന്തൊരു ഡ്രൈ ആക്കണത്. അതുകൊണ്ട് 2 കിലോ ബോഡി ലോഷൻ വേറെ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും ആൻഡ് സ്കിന്നിന് ഒട്ടുമേ ഡ്രൈ ആക്കില്ല. അതുകൊണ്ട് എനിക്കിത് നന്നായിട്ട് ഇഷ്ടമുണ്ട്. ആൻഡ് ഇതിങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഒരേടെ ഞാൻ അടുപ്പിച്ച ഒരു ആഴ്ചയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ഗെസ് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ അതിൻ്റെ ഒരു ഗുമ്മു ഫീൽ ആവണത് കേട്ടോ. സോ യെസ്, വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് ട്വൈസ് അങ്ങനെയൊക്കെ ആയിട്ട്. സോ യെസ്, അപ്പം ഇങ്ങനെ പമ്പ് ചെയ്ത് എടുത്തെടുത്ത് കൊണ്ട് തന്നെ ഫുൾ ബോഡി നന്നായിട്ട് അപ്ലൈ ചെയ്തു. ആൻഡ് അപ്പം തന്നെ നന്നായിട്ട് വാഷ് ചെയ്തു. സോ യെസ്, നല്ലൊരു ഫീൽ. ആൻഡ് ഇതിൻ്റെ നല്ലൊരു റിഫ്രഷിങ്, ഹൈഡ്രേറ്റിംഗ്, ഇങ്ങനെ അലോവേറ ജെല്ലിൻ്റെ ഒക്കെ ഒരു സ്മെല്ലില്ലേ, യെസ്, അതുപോലത്തെ നല്ലൊരു റിഫ്രഷിങ് ആയിട്ടുള്ള ക്യൂക്കമ്പർ അങ്ങനത്തെ ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ. സോ യെസ്, അപ്പം മീൻ വയൽ നമ്മുടെ കണ്ടീഷണർ അവിടെ കുറച്ച് നേരം ഞാൻ വച്ചാൽ നേരം നോക്കിയാൽ ബോഡി വാഷ് അപ്ലൈ ചെയ്തിരുന്നേ. കണ്ടീഷണർ അവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ സീ ഗൈസ്, കണ്ട ആ മുടിമ ഒരു ഷൈൻ, ആ ഒരു മുടി തന്നെ നന്നായിട്ട് ഹെൽത്തി ആയിരുന്നത്.
എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഫീലായിരുന്നു. കണ്ടീഷണർ ആയാൽ പോലും കൈമ ഒരു വിയേർഡ് ഫീലിംഗ് തരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നോർമൽ കണ്ടീഷണർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കൈയും ഒരു സംഭവം വരില്ല. എനിക്ക് എന്തൊരു സെൻസിറ്റിവിറ്റി വരാറുണ്ട്. പക്ഷേ ഇത് വെച്ചിട്ട് അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. ബൈ ദ ബൈ, എക്സ്ക്യൂസ് മീ, സോറി ഫോർ ദിസ് അൺഎസ്തറ്റിക് തോർത്ത് ഇൻ മൈ ബാത്റൂം. ആക്ച്വലി എൻ്റെ 2 ടവൽ കഴുകാനിട്ടൊക്കെ വരുന്നത് ഗൈസ്. അപ്പം മമ്മിയുടെ കട്ടെടുത്തോണ്ട് വരേണ്ടി വന്നു. നമുക്ക് വേണമെപ്പെടുത്തിയില്ല, ഇത് യൂസ് ചെയ്തേ പറ്റുള്ളൂ. സയ്യസ്. അപ്പോൾ ഞാൻ ഇവിടെ സെറ്റാഫിലിൻ്റെ ഇരട്ട സഹോദരനായിട്ടുള്ള എപ്പിസോഫ്റ്റ് യൂസ് ചെയ്യുന്നത്. രണ്ടും ഒരേപോലെ ഗൈസ്. അപ്ലൈ ചെയ്തെന്ന് തോന്നേയില്ലാത്തൊരു ഫേസ് വാഷാണ്. പക്ഷെ നല്ല സൂപ്പർ വർക്കിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ടോപ്പ് ഫേവറേറ്റ് ഫേസ് വാഷസ് ആണ് ഏതാ നമ്മുടെ സെറ്റാഫി. അത് കഴിഞ്ഞിട്ട് ഈ എപ്പിസോഫ്റ്റ് രണ്ടും സെയിം ആണ് ഗൈസ്. എനിക്ക് ഒരേപോലെ ആയിട്ടാണ് തോന്നിയത്. അപ്പം നന്നായിട്ട് മസാജ് ചെയ്തു, വാഷ് ചെയ്തു. ബിക്കോസ് ഇവിടെ സ്ക്വിക്കി ക്ലീൻ ആയിട്ടിരിക്കണമെന്ന് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട്. അപ്പം അതുപോലെ തന്നെ നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ബോഡി നന്നായിട്ട് ടോവൽ ഡ്രൈ ചെയ്തിട്ട്, ബോഡി അല്ല ആക്ച്വലി ഫുൾ സ്കിന്നിന് തന്നെ ടോവൽ ഡ്രൈ ചെയ്തിട്ട് ഒന്ന് ഫാനിൻ്റെ അടിയിൽ ഉണങ്ങാന്നുള്ളത്. അപ്പോൾ ഞാൻ ഉണക്കിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ടാൻ പിടിച്ച സ്കിന്നിലോട്ട് നമുക്ക് കെമിക്കൽ എക്സ്ഫോലിയേഷൻ, യെസ്, AHA BHA കെമിക്കൽ പീൽ സൊല്യൂഷൻ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ബോഡിക്ക് വേണ്ടി ഞാൻ ഒരു പിൽഗ്രിമിൻ്റെ 25% AHA 2% BHA ആയിട്ടുള്ളത്. ബിക്കോസ് ഇത് കുറച്ച് സ്ട്രോങ് ആണ്, അതുകൊണ്ട് ബോഡിയുടെ സ്കിന്നിന് സഹിക്കും. ആൻഡ് ഫേസിന് വേണ്ടിയിട്ട് ഞാൻ ഡെമാക്കോൻ്റെ 15% AHA ആയിട്ടുള്ളതാണ് കേട്ടോ യൂസ് ചെയ്യണത്. അത് കുറച്ച് മൈൽഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട്. സോ യെസ്. ആൻഡ് പോരാണ്ടി പിൽഗ്രിമിൻ്റെ കുറച്ച് വലിയ കുപ്പി കിട്ടും. ആൻഡ് ബോഡിക്ക് വേണ്ടിയിട്ട് ആക്ച്വലി അത്യാവശ്യം വേണോ താനും. സോ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പാക്കേജിങ് ടു ബി ഓണസ്റ്റ് അത്ര ഇഷ്ടമല്ല. കാരണം എന്തൊക്കെ പോയാലും ആ ഒരു സാധനത്തിന് ഇങ്ങനെ പുറത്തേക്ക് മുഴുവൻ വരൂല നന്നായിട്ട്. ബട്ട് സംഭവം നന്നായിട്ട് വർക്കിംഗ് ആണ്. അതർവൈസ് വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ടാനിങ് മാറാനായിട്ട് എന്തെങ്കിലും ഒരു സംഭവം കണ്ണടച്ച് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിപ്പാ സജസ്റ്റ് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യാം കെമിക്കൽ എക്സ്ഫോലിയേഷൻ തന്നെ. പക്ഷേ ഇത് ഒരു ട്രിക്കി സംഭവമാണ് ഗൈസ്. ആൻഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സംഭവമാണ്. എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ പണി കിട്ടും. സോ ഇതിനെ നന്നായിട്ട് ആദ്യം നിങ്ങൾ അറിയണം യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ഇത് ഞാനിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോൾ ടാനിങ് പറ്റിയാലും ഞാൻ ഇതിലേക്ക് തന്നെയാണ് ഓടി വന്നത്. സോ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്ന്. സോ യെസ്. അപ്പോൾ അത് തന്നെ അതല്ല ആക്ച്വലി ഡെർമാക്കോൻ്റെ ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ. ആസ് യു ഗൈസ് ക്യാൻ സീ ആ കളർ കുറച്ച് ഡിം ആയിട്ടുണ്ട്, സൊല്യൂഷൻ കുറച്ച് ലിക്വിഡ് ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക സ്ട്രെങ്ത്, അതിൻ്റെ ആ ഒരു പവർ ഇച്ചിരി കുറവാണ്. സോ ബേസിക്കലി ഫേസിൻ്റെ സ്കിൻ കമ്പാരിറ്റീവ്ലി ബോഡി സ്കിന്നിനെക്കാട്ട് കുറച്ച് സെൻസിറ്റീവ് ആൻഡ് പാവം ചുയി മുയല്ലേ. അപ്പോൾ അവിടെ ഞാൻ അപ്ലൈ ചെയ്തു. ആൻഡ് നെക്കിലേക്കും ഞാൻ ഈ എന്താ പറയുക ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യണത്. ബിക്കോസ് ഓബ്വിയസ്ലി ഫേസിനെ പോലെ തന്നെയാണ് ചുയി മുയി നമ്മുടെ നെക്ക് ഭാഗവും. ആൻഡ് ഞാൻ ഇവിടെ ശരിക്കും 10 മിനിറ്റ്സിന് ടൈമർ വെച്ചിട്ടുണ്ട്. കാരണം അത് കടന്നു പോകാൻ പാടില്ല. അപ്പം അത്രയും നേരം ഞാൻ ബോറടിക്കുന്നു. ഓക്കെ, ആൻഡ് ഗസ് വാട്ട് 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇനി കഴുകേണ്ടി വരില്ല. ബിക്കോസ് ഞാൻ ഫുൾ വേർത്തു ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്യാൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാഷ് ചെയ്യണം എന്നുള്ളത്. അത് ഞാൻ കൈമേലെ അപ്ലൈ ചെയ്തിരുന്നു. കാരണം കുറച്ച് സ്ട്രോങ് ആയിരുന്നു. ഞാൻ പോരാണ്ട് കഴിയുമ്പോൾ കുറച്ച് നേരം ഇരിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്തപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് ഞാൻ കാലിൽ അപ്ലൈ ചെയ്യാൻ മറന്നു. ഈ സാലഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഞാൻ വാഷൊക്കെ ചെയ്ത് ഷവർ ഓൺ ചെയ്തപ്പോൾ ഗസ് വാട്ട് ഷവറിന് ചൂടല്ല തണുത്ത വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിക്കളാൻ. അപ്പോൾ ഞാൻ വിളിച്ച കുറച്ച് നേരം ഷവർ തന്നെ എൻജോയ് ചെയ്യാന്നുള്ളത്. കാരണം ഷവർ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. രാവിലെ നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ അങ്ങോട്ട് കടക്കണ്ട. ബിക്കോസ് ഒടുക്കത്തെ തിളച്ച വെള്ളമാണ് അതിന് വരുന്നത്. ബക്കറ്റിൽ ഞാനിപ്പോൾ കുറേ നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം. അതുകൊണ്ട് ആ നേരം കൊണ്ട് തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ യെസ്, അപ്പോൾ ഇവിടെ വാഷൊക്കെ ചെയ്തു. ആൻഡ് സീ ദ റിസൾട്ട്സ്. അത്യാവശ്യം എന്താ പറയുക സ്കിൻ ഡ്രൈറ്റ് ആയിട്ടുണ്ട്, അത്യാവശ്യം ടാനിങ്ങും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ടോവൽ പോയി ഗൈസ്. ആൻഡ് ഷിയാനോ ഓക്കെ, ഞാനിവിടെ ബോഡി ലോഷനായിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഈ ഒരു O3+ അൾട്രാ ഹീലിംഗ് ബോഡി ലോഷൻ. ഇത് സ്കിന്നിനെ നറിഷ് ചെയ്യും, മോയ്സ്ചറൈസ് ചെയ്യും ആൻഡ് ബ്രൈറ്റൻ ചെയ്യും കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ ഇതിൻ്റെ സീൻ എന്താണെന്നുള്ളത്. ഡെയിലി അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ സമ്മർ ടൈമിൽ വളരെ നല്ലത്, ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ളതാണ്. ആൻഡ് ഞാൻ സ്കിന്നിന് ആ ഒരു ഗ്ലോ ആൻഡ് ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ യെസ്, അങ്ങനെ എക്സ്ട്രീം ടാനൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഇത് വർക്ക് ആവില്ല കേട്ടോ. അതർവൈസ് ഡെയിലി ബേസിസിന് നല്ലതാണ്. ആൻഡ് മൈ ഫേവറേറ്റ് ടോണർ, ഈ ഒരു എന്താ പറയുക ഹൈഫൻ്റെ ഏട്ടാ മിൽക്കി ടോണർ, സൂപ്പർ സാധനം ഗൈസ്. ടോണി മോളി ആയിരുന്നു ഇത്രയും നാളും എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ അതിനേക്കാട്ടും മോയ്സ്ചറൈസിങ്, സ്പെഷ്യലി എൻ്റെ ഡ്രൈ സ്കിന്നല്ലേ, അപ്പോൾ അതിനൊരു വരദാനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ട ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സ്കിൻ എന്തൊരു ഗ്ലോയി ആൻഡ് ഹെൽത്തി ആവണത്. ബെസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു അണ്ടർ റേറ്റഡ് ഹൈലൂറോണിക് ആസിഡ് സിറം യൂസ് ചെയ്യാൻ കേട്ടോ. ഇതും നല്ല പൊളി സാധനമാണ്, നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും. സോ മേക്ക്
മേക്ക് ഷുവർ ഹൈലൂറോണിക് ആസിഡ് എപ്പോൾ യൂസ് ചെയ്യുമോ സ്കിൻ കുറച്ച് നനവായിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ടോണർ ആദ്യമേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ നമ്മുടെ സ്കിന്നിലേക്ക് ആ ഹൈഡ്രേഷനായിട്ട് എന്താ പറയുക പോഴ്സിലോട്ട് അകത്തേക്ക് ഇത് പോകുള്ളൂ. അങ്ങനെയാണ് ഇത് വർക്ക് ആവണത്. ഇച്ചിരി നനവുള്ള സ്കിന്നുമ വേണം എപ്പോഴും ഹൈലൂറോണിക് ആസിഡ് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തു, നെക്കും ബാക്ക് ഓഫ് ദ നെക്കും എല്ലാം അപ്ലൈ ചെയ്തു. നൗ ഇറ്റ്സ് ടൈം ഫോർ മോയ്സ്ചറൈസർ. അപ്പം ഞാൻ ഈ ഒരു ഓട്സ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണത്. സ്പെഷ്യലി ഒന്നാമത് ഞാൻ AHA BHA ആണല്ലോ യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ വേറെ എന്താ പറയുക സിറം ഒന്ന് യൂസ് ചെയ്യുന്നത്. ഹൈലൂറോണിക് ആസിഡ് സിറം തന്നെയാണ് സെലക്ട് ചെയ്തത്. അതിനകത്തും ഞാൻ ഈ ഒരു സെൻസിറ്റീവ് സ്കിന്നിന് പറ്റിയിട്ടുള്ള ഈ ഒരു ഓട്സ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാൻ. നിങ്ങൾ പാക്കേജിങ് കണ്ടിട്ടുണ്ടാവില്ല. യെസ്, മുഴുവൻ പിഴുതെടുത്തു. എൻ്റെ നെക്സ്റ്റ് സ്കിൻ കെയർ ബാച്ച് മേടിക്കാൻ ടൈം ആയി ഗൈസ്. അത്യാവശ്യം ഐറ്റംസ് എൻ്റെ തീരാറായിട്ടുണ്ട് കേട്ടോ. സോ യെസ്, അപ്പോൾ നന്നായിട്ട് ഞാൻ മസാജ് ചെയ്തും കൊണ്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ആൻഡ് കെമിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്തതിന് ശേഷം സ്കിൻ ഇപ്പോൾ സെൻസിറ്റീവ് ആണല്ലോ. സോ പെർഫെക്റ്റ് ടൈമായിരുന്നു ഈ ഒരു മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഡേ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ, ഈ സൺസ്ക്രീനിൽ ആക്ച്വലി ഏതായാലും സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യും. എന്നാലേ ആ ഒരു AHA BHA ഒക്കെ സംഭവങ്ങൾ ലോക്കായിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുള്ളൂ സ്കിന്ന്. ആൻഡ് ഈ ഒരു അണ്ടർ റേറ്റഡ് സൺസ്ക്രീൻ ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. അഫോർഡബിൾ ആണ് ആൻഡ് പൊളിയാണ് ഗൈസ്. എൻ്റെ കൺസിസ്റ്റൻസി വൈറ്റ് കാസ്റ്റ് അങ്ങനത്തെ ഒരു സീനൊന്നും ഇല്ല കേട്ടോ. സോ നിങ്ങളുടെ ആരോ തന്നെ എന്നോട് സജസ്റ്റ് ചെയ്തിരുന്നത് ട്രൈ ചെയ്യാനായിട്ട്. സോ ഞാൻ ട്രൈ ചെയ്തു. ആൻഡ് യെസ്, തംസ് അപ്പ്, നിങ്ങൾ ട്രൈ ചെയ്ത പൊളി സാധനമാണ്. ആൻഡ് എൻ്റെ ലനേഷണൽ ലിപ് ബാം തോണ്ടിയാണ് കൈസ് എടുക്കണം, തൊട്ടുപോലും അല്ല എടുക്കണം. അത്രയും നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്യും. ലിപ്സിനെ പൊളിയാക്കണം ഒരു ലിപ് ബാം. ആ ഒരു ലെവൽ ആർക്കും ആക്ച്വലി എത്താൻ പറ്റും ഒരു ലിപ് ബാമിന്. പ്ലമ്മിൻ്റെ ഒരു ലിപ് ബാം ഇട്ട് അതുപോലെ തന്നെ അത് നല്ലതായിട്ട് വർക്കാണത്. സോ യെസ്, നിങ്ങൾ നോക്കിയിരിക്കരുതെന്നാണ് ഈ പറയണത്. പോയി നിങ്ങൾ കെയർ ചെയ്യൂ. അപ്പോൾ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സ് ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടവർക്കൊക്കെ പോയിട്ട് ഷെയർ ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ നമുക്ക് വേഗം കാണാം. ചേച്ചി ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ ബൈ മൈ ഹോട്ട് ഗേളീസ്.